DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 10 തിങ്കൾ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, വേനൽ കടുത്തതോടെ കേരളത്തിൽ പലയിടത്തും സൂര്യരശ്മിയിൽ നിന്നുള്ള അൾട്രാവയലറ്റ് വികിരണത്തിന്റെ തോത് വർദ്ധിച്ചതായി ദുരന്ത നിവാരണ അതോറിറ്റി. 14 ജില്ലകളിൽ സ്ഥാപിച്ച അൾട്രാവയലറ്റ് മീറ്ററുകളിൽ നിന്ന് ദിവസവും വികിരണത്തിന്റെ സൂചന പ്രസിദ്ധീകരിക്കാറുണ്ട്. ഞായറാഴ്ച രാവിലെ പ്രസിദ്ധീകരിച്ചതനുസരിച്ച് ഇടുക്കി ജില്ലയിലെ മൂന്നാർ, കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര എന്നിവിടങ്ങളിലെ സൂചിക 8 ആണ്. അതായത് അതിജാഗ്രത പുലർത്തേണ്ട സ്ഥിതി. സൂചിക 8 മുതൽ 10 വരെയാണെങ്കിൽ ഓറഞ്ച് മുന്നറിയിപ്പാണ് നൽകുന്നത്. 11 മുകളിലാണെങ്കിൽ ഏറ്റവും ഗുരുതര സാഹചര്യം. അപ്പോൾ ചുവപ്പ് മുന്നറിയിപ്പ് നൽകും. 6 മുതൽ 7 വരെ മഞ്ഞ മുന്നറിയിപ്പാണ്. അൾട്രാവയലറ്റ് വികിരണം കൂടുതലേൽക്കുന്നത് ചർമ്മത്തിൽ അർബുദത്തിനുള്ള സാധ്യത വരെ വർദ്ധിപ്പിക്കാം. സൂര്യാഘാതത്തിനും ചർമ്മരോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും കാരണമാകും. തൊപ്പി, കുട, സൺഗ്ലാസ് തുടങ്ങിയവ ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക. ശരീരം മുഴുവൻ മറയ്ക്കുന്ന പരുത്തി വസ്ത്രങ്ങളാണ് ഏറ്റവും നല്ലത്. അടുത്ത അറിയിപ്പ്, നിർമ്മാണ സാമഗ്രികളുടെ ക്ഷാമം രൂക്ഷമായതോടെ AC വില വർദ്ധിപ്പിക്കാൻ കമ്പനികൾ ഒരുങ്ങുകയാണ്. ഉത്തരേന്ത്യയിൽ ഉഷ്ണക്കാറ്റ് ശക്തമായതോടെ AC വിൽപ്പന കുതിച്ചുയരുകയാണ്. ഉപഭോഗത്തിലെ ഉണർവിന് ആനുപാതികമായി ആവശ്യത്തിന് ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാൻ കമ്പനികൾക്ക് കഴിയാത്ത സാഹചര്യമാണ്. കംപ്രസറുകൾ, കോപ്പർ ട്യൂബുകൾ, അലുമിനിയം, സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നിവയുടെ ദൗർലഭ്യമാണ് കമ്പനികൾക്ക് വെല്ലുവിളി സൃഷ്ടിക്കുന്നത്. ഈ വർഷം വേനൽക്കാലത്ത് AC-യുടെ വില 5% വരെ കൂടുമെന്ന് കമ്പനികൾ പറയുന്നു. പ്രമുഖ കമ്പനികളായ വോൾട്ടാസ്, ഡൈക്കിൻ, ബ്ലൂ സ്റ്റാർ, ഹയർ എന്നിവയെല്ലാം വിലവർധനയ്ക്ക് ഒരുങ്ങുകയാണ്. ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യയിലും ചൂടുകുത്തനെ കൂടുന്നതിനാൽ AC വിൽപ്പനയിൽ 30% വരെ വർധനയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു. AC വില 1500 രൂപ മുതൽ 2000 രൂപ വരെ കൂടാനാണ് സാധ്യത. അടുത്ത അറിയിപ്പ്, വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് 24, 25 തീയതികളിൽ ബാങ്ക് ജീവനക്കാർ പണിമുടക്കും. ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെ 9 സംഘടനകളടങ്ങിയ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയനുകളാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എല്ലാ കേഡറുകളിലും മതിയായിട്ടുള്ള ജീവനക്കാരെ നിയമിക്കുക, എല്ലാ താൽക്കാലിക ജീവനക്കാരെയും സ്ഥിരപ്പെടുത്തുക, ആഴ്ചയിൽ 5 ദിവസം പ്രവൃത്തി ദിനമായിട്ട് ക്രമീകരിക്കുക, കരാർ നിയമനം ഇല്ലാതാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. പണിമുടക്കിന് തൊട്ടുമുൻപുള്ള ദിവസങ്ങൾ 4-ാം ശനിയും ഞായറുമായതിനാൽ തുടർച്ചയായി 4 ദിവസം ബാങ്ക് അവധിയായിരിക്കുന്നതായിരിക്കും. അടുത്ത അറിയിപ്പ്, PM കിസാൻ ഗുണഭോക്താക്കളും PM കിസാനിൽ അംഗമല്ലാത്ത കർഷകരും കേരള സർക്കാരിന്റെ കതിറാപ്പിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് അറിയിപ്പുണ്ട്. ഇനിയും നിരവധി പേർ ഇത്തരത്തിൽ കതിറാപ്പിൽ രജിസ്ട്രേഷൻ ചെയ്യാനുള്ളതിനാൽ നിലവിൽ മാർച്ച് 31 വരെ ഇതിനുള്ള സമയം സർക്കാർ നീട്ടിയിട്ടുണ്ട്. കാർഷിക മേഖലയെ സംബന്ധിച്ചുള്ള ആനുകൂല്യങ്ങളും ഇൻഷുറൻസുകളും ഉൾപ്പെടെ മറ്റ് സഹായങ്ങളൊക്കെ ലഭിക്കുന്നതിന് കതിറാപ്പ് ഒരു പ്രധാന ഘടകമാണ്. കതിറാപ്പിൽ രജിസ്റ്റർ ചെയ്ത് കർഷക ID ജനറേറ്റ് ചെയ്യുവാൻ എല്ലാ കർഷകരും ശ്രദ്ധിക്കുക. ഇനിയും ചെയ്യാത്തവർ മാർച്ച് 31 മുൻപായി ഇത് ചെയ്യുവാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ മുടങ്ങിയേക്കാം. അടുത്ത അറിയിപ്പ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടതാണ്. കേന്ദ്രവിഹിതം കൈപ്പറ്റുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കഴിഞ്ഞ ദിവസം 300, 200, 500 എന്നിങ്ങനെയൊക്കെയുള്ള തുകകൾ അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ തുടർച്ചയായി ഈ കേന്ദ്രവിഹിതം ലഭിക്കാത്തവരുമുണ്ട്. അത്തരത്തിൽ ഈ കേന്ദ്രവിഹിതം തുടർച്ചയായി മുടങ്ങിയവർ നിങ്ങളുടെ ആധാർ കാർഡുമായി പഞ്ചായത്തിലെത്തുവാൻ ശ്രദ്ധിക്കുക. എന്ത് കാരണത്താലാണ് ഈ പെൻഷൻ മുടങ്ങിയതെന്ന് അറിയുവാൻ സാധിക്കും. അത്തരത്തിൽ പെൻഷൻ മുടങ്ങിയവർ പഞ്ചായത്തിലെ പെൻഷൻ വിഭാഗത്തിലെത്തി പെൻഷൻ മുടങ്ങിയതിന്റെ കാരണം കണ്ടെത്തി അത് പരിഹരിക്കുവാൻ ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് തുടർന്നും തടസ്സമില്ലാതെ ഈ കേന്ദ്രവിഹിതം എത്തിച്ചേരുകയുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക.